ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാൽക്കണി ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ഈ മിൽക്ക് ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബോട്ടിലിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, വെള്ളമൊക്കെ നനച്ചെടുക്കണമെന്ന്. പക്ഷേ ഒരു പണി ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇങ്ങ് ഇളകി പോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ല മൂർച്ചുള്ള കത്തി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോ കാണിക്കുന്ന വിധം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പേരിൽ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. എനിക്കവിടെ 8ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കത്തി വെച്ചുള്ള പ്രയോഗമായതുകൊണ്ട് ഞാൻ അവനോട് അധികം കളിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പണിയിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശല്യം ചെയ്ത് ലാസ്റ്റ് പിടിവലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുവിധം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഡ്രൈഡ് പാം ലീഫാണിത്. അപ്പം മുന്നേ ഒരു വാൾ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ആ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് പീസ് വേണം. അപ്പോൾ അന്ന് ചെയ്തതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതാണ് ഇത്. അപ്പോൾ അന്നേ ഞാനിത് സൂക്ഷിച്ച് എന്തിനെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ നേരിയ പീസാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ മിൽക്ക് ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ അടിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട, കുറച്ച് പോർഷൻ മാത്രം മതി. ഞാൻ വീഡിയോ കാണിക്കുന്നത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര ചെയ്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. പുറത്തായതുകൊണ്ട് നമുക്ക് ഈ ഒരു ലീഫ് കിട്ടി. അപ്പോൾ നാട്ടിലാണെന്ന് വെച്ചാൽ നമുക്ക് ഓല എടുക്കാം. ഉണങ്ങിയ ഓലയാണ് ഇതിന് പകരമായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് കുത്തനെയാണ് എല്ലാം ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ ഒട്ടിക്കേണ്ടത് വിലങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന വിധം ഇനി വിലങ്ങനെ കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാനൊന്നും ചിലപ്പോൾ ആ ഒരു ലീഫ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി പോർഷൻ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. എൻ്റെ നിന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നത് അൺസബ്സ്ക്രൈബേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പം എനിക്കും ഒരു സപ്പോർട്ടാണ്, നിങ്ങൾക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വിലങ്ങനെ കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നേരിയ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓല മടഞ്ഞെടുത്ത ആ ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത്ര പാടുമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അവസാനം വരെ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ആ ഒരു ലുക്ക് വരുന്നത്. എന്നിട്ട് നമുക്ക് ഏറ്റവും അടിയിൽ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് വരാം. എന്നിട്ട് അതും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മുടെ മിൽക്ക് ബോട്ടിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പെയിൻറ്റിന് നല്ല ഷോർട്ടേജ് വന്നിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഗോൾഡൻ കളറാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഓറഞ്ചും മേലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളർ മിക്സാണ് ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് അതിൻ്റെ മുകളിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് ചെയ്താൽ ആ ഒരു ലീഫിൻ്റെ മുകളിൽ മാത്രമാണ് പെയിൻ്റ് ആവുള്ളൂ. അപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങ് സൂക്ഷിച്ച് ചെയ്തില്ല. അതുകൊണ്ട് ആ ഒരു വൈറ്റ് പാർട്ടിലും പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ വൈറ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഒരു ഓറഞ്ച് കളർ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു കളർ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു യെല്ലോ കളർ എടുത്തിട്ട് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറും ഇതുപോലെ തന്നെ ടച്ച് ചെയ്ത് കൊടുത്തു. അതും കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഇതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പം ഒരുവിധം കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി.
ഒരുവിധം കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലൈറ്റിംഗ് എഫക്റ്റ് അതിന് വന്ന പോലെ എനിക്ക് തോന്നി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് പല രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം നോക്കിയത് ഇങ്ങനെയല്ല. ആദ്യം നോക്കിയത് ഞാനിതിൻ്റെ അവസാനമാണ് കൊടുത്തത്. അത് ഞാനൊന്ന് വാഷ്റൂമിൽ ഒന്ന് വെച്ച് നോക്കി. എന്നിട്ട് അതൊന്ന് അവിടെ നിന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ വിൻഡോയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് പുറത്തുനിന്ന് നല്ല വെളിച്ചം വരുമ്പം ആ ഒരു എന്താ പറയുക, നല്ലൊരു യെല്ലോ ഷെയ്ഡ് അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതാണ് കൂടുതലായിട്ടും ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് കുഞ്ഞു നല്ല ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.